ഇന്ന് സിനിമയല്ല, ഞാനൊരു പുസ്തകത്തിനെ പറ്റിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയ് എഴുതിയ 1,00,000-ലധികം കോപ്പികളാണ് ഈ ബുക്ക് വിറ്റഴിഞ്ഞത്. ഇത് ഞാൻ മേടിച്ചേക്കുന്നത് 29ാമത്തെ പതിപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബുക്ക് ഇത്രയും ഹിറ്റായത്, എന്തുകൊണ്ടാണ് ഇത്ര ട്രെൻഡായെന്നുള്ളതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോ. നമുക്കറിയാം, ഈ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദിയും ആണ് ഏകദേശം ഒരേ സമയത്ത് ഇറങ്ങിയത്. അപ്പോൾ രണ്ടും ഭയങ്കര ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം ഇത്ര ഹിറ്റാവാൻ കാര്യം എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ലാംഗ്വേജ്, അതായത് ഈ ഇപ്പോൾ സാഹിത്യം ലിറ്ററേച്ചറായിട്ടൊക്കെ കണക്റ്റായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ അറിയാം. ഇപ്പോൾ MTയുടെ അല്ലെങ്കിൽ തകഴിയുടെ ബുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ബുക്കുകളും ഇങ്ങനെ വായിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, ഈ സാഹിത്യത്തിന് അതിൻ്റേതായ ചില ഏച്ചുകെട്ടിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു സ്റ്റൈലുണ്ടാവും, റൈറ്റിംഗ് സ്റ്റൈലൊക്കെ. ഇത് അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഭയങ്കര നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ആ സാഹിത്യത്തിൻ്റെ ബാരിയറൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള എഴുത്താണ്, ഭയങ്കര ലൈറ്റായിട്ടുള്ള. അപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും ഇടാപോള അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ, ആ ഒരു സംഭവം. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ഏച്ചുകെട്ടല്ല, ജാടെ അങ്ങനത്തെ ഒരു പ്രിറ്റൻഷ്യസ് ഇൻ്റലക്ച്വൽ ഇതൊന്നും ഇല്ലാണ്ട് ഭയങ്കര സിമ്പിളായിട്ട് എഴുതിയേക്കണേ. അതുകൊണ്ട് തന്നെ പോപ്പുലറായിട്ട് വായിക്കാത്ത ആളുകളിലേക്ക് തന്നെ ഈ ബുക്ക് എത്താൻ സഹായിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വായിക്കാത്ത ആളുകൾ ഒരു ഭയങ്കര അവർക്ക് ഒരു സിമ്പിളായിട്ട് വായിച്ചു പോവാം, അങ്ങനെയാണ്. അതുകൊണ്ട് കൂടിയാണ് യൂത്തിൻ്റെ ഇടയിലേക്ക് ഇത്രയും തരംഗം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് പറഞ്ഞാൽ, സ്പോയിലർ ഇല്ലാണ്ട് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് പറയുകയാണെങ്കിൽ, ഈ ബുക്ക് എന്ന് വെച്ചൊരു ഫീൽ ഗുഡ് റൊമാൻസ് ട്രാക്കിലാണ് പോകണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമലു ആ ഒരു വൈബ് പോലെ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു സപ്ലോട്ട്, ഇത്തിരി പുരോഗമനം, കാതൽ, ആ ഒരു വൈബ് പോകുന്നുണ്ട്. ഇതിലൊരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇന്നസെൻസ് ഉണ്ട്. ഇപ്പോൾ പ്രേമലുവിലാണെങ്കിൽ നമുക്കറിയാം നസ്ലിൻ, മമിത, അവരുടെ ഒരു റൊമാൻസ്, അവരുടെ ഒരു റിലേഷനിൽ ഒരു കുട്ടിത്വമുണ്ട്, ഒരു നിഷ്കളങ്കതയുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാരിക്ക് ഇതിലെഴുതിയേക്കുന്ന ആ ക്യാരക്ടേഴ്സ്, അപ്പോൾ ഇതിൽ പുള്ളിക്കാരിയുടെ ഒരു ഇന്നസെൻസ് ഉണ്ട്. അവരുടെ ആ റൊമാൻസിലെ ഇതിലാണെങ്കിലും ഈ ഇതിലെ കഥാപാത്രങ്ങളാണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും ക്യാരക്ടേഴ്സിനോടും ആ ഒരു വേൾഡിനോടൊക്കെ. പിന്നെ ഈ പുസ്തകം ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ വിമർശിച്ച ആൾക്കാർ പറഞ്ഞത് മെയിനായിട്ട് ഈ ബുക്ക് ഒരു ക്രിഞ്ച് പൈങ്കിളി സെറ്റപ്പ് ആണെന്നാണ്. അപ്പോൾ അങ്ങനൊരു വൈബും എനിക്ക് തോന്നിയായിരുന്നു. വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പൈങ്കിളി വൈബ് അടിക്കാനൊക്കെ തോന്നി. അതേപോലെ എൻ്റെ ആൻറ്റിക്ക് ഞാൻ ഈ പുസ്തകം വായിക്കാൻ കൊടുത്തപ്പോഴും പുള്ളിക്കാരിയും പറഞ്ഞ് ഇതിൽ ഇത്തിരി പ്രോഗ്രസീവായിട്ട് പുരോഗമനമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത് എനിക്കും അത് തോന്നി. അപ്പോഴും എനിക്ക് ഈ എഴുത്തിനോട് ആ ഒരു ക്യാരക്ടേഴ്സിനോടൊക്കെ എനിക്ക് അപ്പോഴൊരു ഇഷ്ടമാണ് തോന്നി. കാരണം അപ്പോഴും അതിലൊരു ഇന്നസെൻസ് ഉണ്ട്. അത് തന്നെ എനിക്ക് വായിച്ചപ്പോൾ അതല്ലേ ചിരി വരും. പക്ഷെ അത് പുള്ളിക്കാർ ഭയങ്കര സംഭവമായിട്ട് പുരോഗമനമായിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അവരോട് ഇഷ്ടം തോന്നും. കാരണം ആ ഒരു ഇന്നസെൻസാണ്, അത്ര നിഷ്കളങ്കമായിട്ട് അത് എഴുതിയേക്കുന്നത് എന്നിങ്ങനെ തോന്നി. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 2.5 മണിക്കൂറത്തെ ഒരു ജേണിയാണ്. വേറൊരു കാര്യം ഈ ബുക്ക് വായിക്കുമ്പോൾ, പക്ഷേ ഈ ബുക്കിൻ്റെ വായിക്കുന്ന അത്രയും കുറേ ദിവസം ഞാൻ ഇങ്ങനെ ആ ഒരു വേൾഡിൽ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് നിന്നായിരുന്നു. കുറേ ആൾ അതിലെ ക്യാരക്ടേഴ്സ്, അതിലെ ആളുകളൊക്കെ ഇങ്ങനെ ആ ഒരു ട്രിപ്പിംഗ് വൈബിൽ ഇങ്ങനെ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലായിരുന്നു ത്രൂ ഔട്ട്. അങ്ങനെ ആ ഒരു ക്രിഞ്ചിനെസ്സും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിയെങ്കിലും എനിക്കപ്പോഴും വായിക്കുന്ന ആ ഒരു ഓരോ മൊമെൻറ്റിലും എനിക്ക് ഭയങ്കര പ്ലസൻറ്റ് ഫീലിംഗ്, വായന അനുഭവമാണ് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയത്. ആ ഒരു വേൾഡായിട്ടൊക്കെ നമ്മൾ കുറേ നാളിങ്ങനെ കണക്റ്റായിട്ട് നിന്നായിരുന്നു. അതൊരു സംഭവമാണ്. പിന്നെ കൂടുതൽ കുറേ ആൾക്കാരും പറയായിരുന്നു ഈ ടീൻ അല്ലെങ്കിൽ ഒരു റൊമാൻസ് നഷ്ടപ്രണയമുള്ളവരും ഇങ്ങനെ ബ്രേക്കപ്പ് ആയവരൊക്കെ എല്ലാവർക്കും അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദന കുറേ ആൾക്കാർക്ക് വായിച്ചിട്ട് കരച്ചിൽ വന്നു എന്നൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളും എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ മെയിനായിട്ട് ഈ ബുക്ക് ഇത്ര വൈറലാകാനുള്ള ഒരു പ്രധാന കാരണമാണ് ഇതിൻ്റെ കവർ ഡിസൈൻ. നമുക്കറിയാം, ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൂടെയും കൂടിയാണ് ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും കൂടിയാണ് ഇത് ഇത്ര ട്രെൻഡിങ് ആയത്. അപ്പോൾ അതിന് ഈ കവർ ഡിസൈനിലൂടെ അപ്പോൾ ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കവർ ഡിസൈനും കൂടിയാണ്. ഭയങ്കരമാണ്. ഞാൻ മെയിനായിട്ട് ഈ ബുക്ക് വാങ്ങിക്കാനും കാരണം ഈ കവർ ഡിസൈൻ തന്നെ. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ ബുക്ക് സ്റ്റാളിൽ ഇങ്ങനെ ചുമ്മാ നടന്ന ബുക്കുകൾ ഇങ്ങനെ നോക്കിയതെങ്കിലും അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഈ കവർ ഡിസൈൻ കണ്ടിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കവർ ഡിസൈൻ ചെയ്ത ആൾ ദ്വിജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കവർ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത് കവർ ഡിസൈനിൻ്റെ ഒരു ഭംഗി കൂടിക്കൊണ്ടാണ് ഇത്രയും ഇതായത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പുസ്തകം ഇങ്ങനെയും സക്സസ് ആവാമെന്ന് ഇപ്പോൾ നമുക്ക് ഈ പുതിയ കാലത്തിൽ നമുക്ക് മനസ്സിലായി. ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെയും ഒരു മാർക്കറ്റ് ചെയ്യപ്പെടാമെന്നൊക്കെ. മാൻകൈൻഡ് ലിറ്ററേച്ചേഴ്സാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അവരും വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിച്ചാണെങ്കിൽ നിങ്ങൾ വായിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.